ഞാൻ വിചാരിച്ചു ലഞ്ചിന് ഇവിടെ കുറച്ച് ഫ്രോസൺ മത്തി ഇരിക്കുന്നുണ്ട്. മത്തി തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം പോയി വന്നു കഴിഞ്ഞപ്പോൾ ഉണങ്ങിയേക്കണ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാങ്ങ കൂടി ചേർത്തിട്ട് മത്തി തേങ്ങ അരച്ചിട്ടാണ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു 4 മത്തി എടുത്തിട്ടുണ്ട്. ഫ്രോസൺ ആയിരുന്നെങ്കിലും നല്ല ഫ്രഷ് മത്തിയായിരുന്നു കേട്ടോ, നല്ല നെയ്യുള്ള മത്തിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 5 കഷ്ണം മത്തി ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നല്ല പീസ് നോക്കിയിട്ട് ഒരു 5 പീസ് വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മീൻ എടുത്തിട്ട് നമുക്ക് തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തേങ്ങ അരച്ചിട്ട് എടുക്കാം. അപ്പോൾ തേങ്ങ എടുക്കുക. തേങ്ങ നോക്കിയതേ ഇത്രയ്ക്കാണ് ചേർക്കുന്നത്. തേങ്ങയും പിന്നെ ഞാനിവിടെ പിരിയൻ മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചുകൂടി നല്ല കളർ ഉണ്ടാവും. അപ്പോൾ അതേ പിരിയൻ മുളകിന് ഒട്ടും എരിവില്ല കേട്ടോ, വെറുതെ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത്. പിരിയൻ മുളകും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചിട്ട് എടുക്കാം ഫസ്റ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വറുത്തെടുക്കാനുള്ള മീനിൽ ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് ഒന്ന് തിരുമ്പി വയ്ക്കാം. കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. ഇത് ഞാൻ സിമ്പിളായിട്ടുള്ള മീൻ ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ചേർക്കണില്ല. ഞാൻ സാധാരണ വീട്ടിൽ എപ്പോഴും മീൻ വറുക്കുമ്പോൾ ഇതേപോലെ വറുക്കാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും അങ്ങനെ ആഘോഷമൊക്കെ ആയിട്ട് വറുക്കുള്ളൂ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് വെള്ളമില്ല, കുറച്ച് വെള്ളം ചേർക്കട്ടെ. ഇപ്പോൾ ഇവിടെ നമുക്ക് മീനൊന്നും കിട്ടാനില്ല കേട്ടോ. ഇത് ഞാൻ നേരത്തെ കൂട്ടിയിട്ട് ഫ്രോസൺ മീൻ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ ഇതാണ്ട് നീക്കി വയ്ക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് വറുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയും ഉണക്കമുളകും കൂടിയിട്ട് നോക്കിയാൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടുതലുണ്ട്. വെളിച്ചെണ്ണ കട്ടയായിട്ട് ഇടുമ്പോഴേ അറിയണില്ല, അതാ കുറച്ച് മാറ്റി വയ്ക്കട്ടെ. ഇനി നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാനിവിടെ കുറച്ച് സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ പച്ചമുളക് ഫ്രോസൺ പച്ചമുളക്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടണില്ല കേട്ടോ, കാരണം ഇത് വെള്ളം ഉണ്ടാവുമല്ലോ, ഇട്ട് കഴിഞ്ഞാൽ മൊത്തം എല്ലായിടത്തും പൊട്ടി കറിയും. നമുക്ക് മീൻ ചേർക്കുമ്പോൾ മീൻ്റെ കൂടെ ചേർക്കാം. പിന്നെ കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പില ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നോക്കി ഞാൻ ഇത്രയ്ക്കാണ് ചേർക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഞാൻ തുറന്നിട്ട് നന്നായിട്ട് മൊരിയട്ടെ. തേങ്ങ അരച്ചിട്ട് വയ്ക്കുന്ന കറിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണില്ല കേട്ടോ. നമ്മുടെ മഞ്ഞൾപ്പൊടി ഞാൻ തുറന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. അപ്പോൾ നമ്മൾ മുളകും കൂടിയിട്ടാണ് അരച്ചിട്ട് എടുത്തത്. പക്ഷേ അത് കാശ്മീരി മുളകാണല്ലോ, അപ്പോൾ മുളകിന് ഒട്ടും എരിവുണ്ടാവില്ല. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ സാധാരണ മുളക് 3/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുളക് പൊടിക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ചില മുളക് പൊടിക്ക് നല്ല എരിവുണ്ടാവുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ചേർക്കണം. അത് ഞാൻ ഫ്രോസൺ ആയതുകൊണ്ടാട്ടോ ഇതിൻ്റെ ഒപ്പം ചേർക്കാണ്ടിരുന്നത്. കാരണം വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇടുമ്പോൾ ഫ്രോസൺ മുളകിൻ്റെ ഉള്ളിൽ നിറച്ചും വെള്ളമായിരിക്കും, മൊത്തം എല്ലായിടത്തും പൊട്ടിത്തെറിക്കും. ഇതിലേക്ക് നോക്കി നമ്മുടെ ആ ഫ്രോസൺ മുളകും കൂടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ചേർക്കാം. ഇതിലേക്ക് നമ്മുടെ അരപ്പുണ്ടല്ലോ, അരപ്പ് ചേർക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. തേങ്ങയൊക്കെ എപ്പോഴും അരച്ചിട്ട് എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം നല്ല തണുത്ത വെള്ളമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തേങ്ങ അറിയില്ല കേട്ടോ. ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് വെള്ളം വേണമല്ലോ, അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം കൂടിയും ചേർക്കാം. വെള്ളം കൂടിയും ചേർക്കട്ടെ. ഇനി നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇനി ഞാനിവിടെ ഉണക്കിയേക്കണ മാങ്ങ ഞാനൊരു 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ കുതിർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, കറിയിലിടുമ്പോൾ അത് ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിക്കോളും. പക്ഷേ കുതിർത്തിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കളയരുത് കേട്ടോ, വെള്ളത്തെ പാടി ചേർക്കാം. അപ്പോൾ ഈ മാങ്ങ ഉണക്കിയിട്ട് എടുക്കുന്നതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ പച്ചമാങ്ങ ഉണ്ടല്ലോ, മാങ്ങയുടെ തൊണ്ട് കളയാണ്ട് ഇതേപോലെ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഉപ്പ് തിരുമ്മിയിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുക, ഉപ്പ് മാങ്ങയാകുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വെയിലത്തിട്ടിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് വെക്കുക. ഒരുപാട് ഭയങ്കരമായിട്ട് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാങ്ങ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാളിരുന്നാലും മാങ്ങ കേടുവരില്ല. കാരണം എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മ എപ്പോഴും ചെയ്യണത്. അപ്പം എൻ്റെ അടുത്ത് ഒരു 4 വർഷമെത്തിയ മാങ്ങയൊക്കെ ഉണക്കിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യം നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവരും. പക്ഷേ ഒരു കേടും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് ഭയങ്കരമായിട്ട് ഉപ്പൊന്നും ഇട്ടില്ല. പിന്നെ അതേപോലെ തന്നെ പഴുത്ത മാങ്ങയും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചൊൻച്ച കളർ മാങ്ങ ഉണ്ടല്ലോ, അങ്ങനത്തെ മാങ്ങ ഉണക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഞാൻ പോയി വന്നപ്പോൾ അങ്ങനത്തെ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ട് പതുക്കെ ഒന്ന് കുതിർത്താം. വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി കഴിഞ്ഞാൽ എടുത്ത് വയ്ക്കുക. കുറേ നേരം വെള്ളത്തിലിട്ട് അങ്ങനത്തെ മാങ്ങ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും. ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം.
അപ്പോൾ നിങ്ങളുടെ അടുത്ത് മാങ്ങത്തൊലി ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങത്തൊലി മിക്കവരുടെ അടുത്ത് ഉണ്ടാവില്ലല്ലോ. ഒരു 2 കഷ്ണം ചെറിയ കഷ്ണം കുടംപുളി ചേർക്കുക, അല്ലെങ്കിൽ പച്ചമാങ്ങ ചേർക്കുക. ഇതൊന്നും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങനീര് ചേർക്കാം. നാരങ്ങനീര് ചേർത്താലും നമ്മുടെ തേങ്ങ ചേർക്കണത് കൊണ്ട് തന്നെ കറി പിരിഞ്ഞൊന്നും പോവില്ല കേട്ടോ. പക്ഷെ നാരങ്ങനീര് ചേർക്കുമ്പോൾ കറിയുടെ ഒരു 1/4 ഭാഗം ഒന്ന് റെഡിയായി കഴിഞ്ഞിട്ട് നാരങ്ങനീര് ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് കറി മൂടി വയ്ക്കാം. പിന്നെ മീനൊന്നും ഒരുപാട് ഭയങ്കര വേവൊന്നുമില്ലല്ലോ. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കറി നന്നായിട്ട് തിളച്ചാൽ മതി. ഇതാ അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കറി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. മീനാണല്ലോ, അപ്പോൾ പതുക്കെ ഇളക്കാൻ മതി കേട്ടോ. പിന്നെ മത്തി ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞൊന്നും പോവില്ല. ഉപ്പില്ല, ഉപ്പ് കുറവാണ്. ഞാനിട്ടിട്ട് മാങ്ങത്തൊലിക്കായിരുന്നാലും ഞങ്ങൾ മാങ്ങത്തൊലി എന്നാട്ടോ പറയാം. ഉണങ്ങിയേക്കണ മാങ്ങേനെ മാങ്ങത്തൊലി എന്നാണ് പറയാം. ചില സ്ഥലത്ത് എനിക്ക് തോന്നുന്നത് അത് പൊട്ട വേടായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഉണങ്ങിയേക്കണ മാങ്ങയ്ക്ക് അധികം ഉപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇട്ടിട്ട് നമ്മൾ കറി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലതിന് ചിലപ്പോൾ ഭയങ്കര ഉപ്പായിരിക്കും. കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഉപ്പൊക്കെ പുറത്തേക്ക് വരാം. ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. മൂടി വയ്ക്കട്ടെ. ഇനി നമുക്ക് ചാറുകറിയുടെ കൂടെ ഒരു തോരനും കൂടിയിട്ട് വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ബീട്രൂട്ടിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പരിപ്പ്, ഞാനിവിടെ മറ്റേ ചെനാദാലുണ്ടല്ലോ, അതാണ് ഞാനിവിടെ വേവിച്ചിട്ട് എടുത്തേക്കുന്നത്. വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഒറ്റ വിസിൽ വന്നാൽ മതി, വെന്ത് ഉടഞ്ഞു പോരുത്. ഇപ്പോൾ ചെനാദാലില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നമ്മൾ സാമ്പാറിലേക്ക് ഇങ്ങനെ പരിപ്പുണ്ടല്ലോ, ആ പരിപ്പായിരുന്നാലും മതി. പക്ഷേ വെന്ത് ഉടഞ്ഞു പോകാണ്ട് എടുക്കണം. ഒറ്റ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആയി കിട്ടും. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു രസം കൂടി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പരിപ്പിൽ കുറച്ച് വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് നമുക്കൊന്ന് പിഴിഞ്ഞിട്ട് ഇടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം കുറച്ച് കിട്ടുമല്ലോ. അപ്പോൾ ഇത് നമുക്കൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വെള്ളം കിട്ടുമല്ലോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം പരിപ്പിൻ്റെ വെള്ളമൊക്കെ കൂടി ചേർത്തിട്ട് തക്കാളി ചേർത്തിട്ട് ഒരു ചെറിയൊരു രസം കൂടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രസത്തിൻ്റെ പൊടി ഉണ്ടാക്കണ, രസം പൊടി ഉണ്ടാക്കണ ഒരു വീഡിയോ ഞാൻ കുറേ നാൾ മുമ്പ് മിയാ കിച്ചൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും രസം പൊടിയുടെ വീഡിയോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് മിയാ കിച്ചൻ രസം പൗഡർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസിപ്പി കിട്ടും കേട്ടോ. ഇതാ അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും സമയം എടുക്കുള്ളൂ കേട്ടോ. മീനൊക്കെ വേവാൻ വേണ്ടിയിട്ട് കുറേ സമയമൊന്നും എടുക്കില്ല. ഞാൻ ഒരുപാടിട്ട് ഇളക്കണില്ല. പിന്നെ ഇത് മത്തി ചെയ്തുകൊണ്ട് കേട്ടോ ഇങ്ങനെയിട്ട് ഇളക്കിയത്. അപ്പോൾ ഇനി നമ്മുടെ കറി നമുക്കണ്ട് നീക്കി വയ്ക്കാം. ഇനി കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി ചേർക്കാം. ഇത് സവോള കേട്ടോ. എടുത്ത് ചുവന്നുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. ഇനി നമ്മുടെ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. കറിവേപ്പിലയും കൂടി ചേർക്കണം, അപ്പോഴായിരിക്കും നല്ല മണം വരാം. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. കറിയിലേക്ക് ചേർക്കട്ടെ. നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കട്ടെ. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 വലിയ വെളുത്തുള്ളിയും കുറച്ച് സവോളയും ഇതേപോലെ ഇങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കുക. നമ്മുടെ സവോളയ്ക്ക് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇത്രയ്ക്കാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടാവും. ഈ മഞ്ഞൾപ്പൊടി ഞാൻ ചേർന്നിട്ട് നന്നായിട്ട് മുരിയട്ടെ. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ പച്ചമുളക് അത്യാവശ്യം നന്നായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഞാൻ കുറച്ചാൽ ചേർക്കണുള്ളൂ കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ, ബീട്രൂട്ട് ചേർക്കുക. പച്ചമുളകും കൂടിയിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീട്രൂട്ട് തോരൻ വയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബീട്രൂട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വരണം. എന്നാൽ മാത്രമേ ബീട്രൂട്ട് തോരന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ഒരിക്കലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഗ്രേറ്റ് ഒക്കെ ചെയ്ത് കുറേ തേങ്ങയൊക്കെ ഇട്ടിട്ട് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആ ബീട്രൂട്ടിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഭയങ്കരമായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ബീട്രൂട്ട് നമ്മൾ പെട്ടെന്ന് വേവുമല്ലോ, പക്ഷെ തുറന്ന് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ചിക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ പച്ച ടേസ്റ്റ് പോകുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് മുരിഞ്ഞ് വരും. അപ്പോഴായിരിക്കും ബീട്രൂട്ട് തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല.
തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ തേങ്ങയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയൊക്കെ നന്നായിട്ട് ചേർക്കാം. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബീട്രൂട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം കളഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ തീ ഒട്ടും കൂട്ടി വയ്ക്കരുത്, പെട്ടെന്ന് അടി പിടിക്കട്ടോ. അതുകൊണ്ട് ബീട്രൂട്ട് ഓൾറെഡി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൊരിച്ചിട്ട് എടുക്കാമെന്ന് പറഞ്ഞില്ലേ ഞാൻ. പിന്നെ നമുക്കിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. പിന്നെ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ പാത്രം എടുക്കണം കേട്ടോ. കാരണം ഇതേപോലെ നമുക്ക് ചിക്കി എടുക്കാനുള്ള സ്ഥലം വേണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കഴിച്ചു ഉപ്പ് ചേർത്തിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ ഉപ്പ് ചേർക്കട്ടെ. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ബീട്രൂട്ടിൻ്റെ ആ പച്ച ഒരു കുത്തുണ്ടല്ലോ അത് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പുണ്ടല്ലോ അതും കൂടിയിട്ട് ചേർക്കുക, ഒരുപാട് ചേർക്കണ്ട. നമുക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കും. ഇനി നമുക്ക് രസം കൂടിയിട്ടുണ്ടാക്കണം. പിന്നെ നമ്മൾ ഒരു 5 കഷ്ണം മത്തി അവിടെ മാറ്റി വെച്ചിട്ടില്ലേ, അതും കൂടിയിട്ട് നമുക്ക് വറുക്കണം. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ രസമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇത് സാധാരണ രസമൊന്നുമല്ല കേട്ടോ, ഇവിടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു രസം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് ഞാനിവിടെ നല്ലെണ്ണ കേട്ടോ ഒഴിക്കുന്നത്. രസത്തിന് നല്ലെണ്ണ നല്ല ടേസ്റ്റ് കൊടുക്കും. നല്ലെണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതേ സെസമി ഓയിൽ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 4 വലിയ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സബോള നോക്കി ഇതേപോലെ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് 3 കൂട്ടിയിട്ട് ഇതിലേക്ക് ചേർക്കട്ടെ. ഇപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വളർന്ന് വരാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, കുഴപ്പമില്ല. ഇനി ഞാനിവിടെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാനിവിടെ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ, പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുരുമുളക് നന്നായിട്ട് ചേർക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ മുളക് പൊടി ചേർക്കണില്ല. ഇതിലേക്ക് ഞാനിവിടെ രസം പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഞാനിവിടെ പൊടിച്ച് വെച്ചതാട്ടോ. ഞാനിവിടെ നോക്കിയാൽ ഇതെവിടെ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് രസം പൗഡർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് രസം പൊടി പൊടിക്കാനും പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ പൗഡർ ഉണ്ടല്ലോ അത് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കട്ടെ. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലി ഒരു 1/4 ടേബിൾ സ്പൂൺ ഉണ്ടാവുള്ളൂ കേട്ടോ. മല്ലിയും പിന്നെ എൻ്റെ അടുത്ത് കായത്തിൻ്റെ പൊടിയില്ല, അപ്പോൾ ഞാനിവിടെ കായത്തിൻ്റെ കട്ടയാണ് ചേർക്കുന്നത്. മല്ലി ഞാൻ പതുക്കെ ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ശരിക്കും രസമൊന്നും ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ല കേട്ടോ. ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. രസമാകുമ്പോൾ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം. ഇങ്ങനെ അധികം പൊടിയാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തരിയോട് കൂടിയിട്ടുള്ളത് ചേർക്കാം. ഇനി ഞാനിവിടെ ആ പരിപ്പും പിന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ചല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത്, അതിന് രണ്ടും കൂടിയിട്ടുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുകയാണ്. പിന്നെ ഞാനിവിടെ വാളംപുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ആ പുളിയുടെ കൊറ്റനും ഞാൻ മാറ്റുന്നില്ല കേട്ടോ, കാരണം എൻ്റെ അടുത്ത് അധികം പുളിയില്ല, ഞാൻ അതും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ രസം മൂടി വെച്ചിട്ട് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മുടെ രസം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, മല്ലിയില ചേർക്കുന്നുണ്ട്. ഈ മല്ലിയിലയുടെ തണ്ടൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ടും കൂടിയിട്ട് ചേർക്കാം കേട്ടോ. ഇതാ ഇപ്പം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. എനിക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഒരു തട്ടിക്കൂട്ടി രസം കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, ശരിക്കും നല്ല രസമുണ്ട്. രസത്തിൻ്റെ കളർ തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മുടെ രസം. അപ്പോൾ ഇനി മത്തി വറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് നല്ല നെയ്യുള്ള മത്തിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് മൊരിയിച്ചിട്ടെടുക്കുക. കാരണം ഇവിടെ പിള്ളേർക്ക് ഇതിൻ്റെ ഈ മൊരിയിച്ചിട്ടെടുക്കണ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഈ വെളിച്ചെണ്ണ ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടം. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ കരിഞ്ഞ് പോഞ്ഞ് പോരുതല്ലോ, അപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ടിട്ട് മൂടി വെച്ചിട്ട് മീൻ മൊരിയിച്ചിട്ടെടുക്കും. ഇപ്പോൾ അത് ഞാനിവിടെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാണ്. പിന്നെ എനിക്ക് ചോറും കൂടിയിട്ട് വയ്ക്കാനുണ്ട് കേട്ടോ, അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുക്കള ഒരു മെനയായിട്ടുണ്ട്. ഇനി ഞാൻ അടുക്കള ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് പാത്രങ്ങളൊന്നും ഇവിടെയല്ല കേട്ടോ, പാത്രങ്ങളൊക്കെ കിടക്കണം സിങ്കിൽ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ചോറ് വയ്ക്കാം. നീന പുറത്ത് കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കുന്നത് കേട്ടോ. ഇന്ന് അധികം തണുപ്പില്ല, നല്ല വെതറാണ്.
അടുത്തമ്മയ്ക്ക് പൂവിട്ടേണണ്ട. ഇതിങ്ങനെ ഒരാഴ്ച നിൽക്കുള്ളൂ കേട്ടോ ഈ പൂവ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പൂവൊക്കെ മാറിയിട്ട് ഇലയായിട്ട് മാറി. ഇന്ന് തണുപ്പില്ല, ചെറുതായിട്ടൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഭയങ്കര തണുപ്പെന്ന് പറയാനില്ല. അതാ കോഴികളൊക്കെ നീനയുടെ പിന്നാലെ ഓടി എത്തിയിട്ടുണ്ട്. പറന്നാണ് ചെല്ലണത്. ഗരാജ് അടിച്ചില്ലേ മോളെ?